നമസ്കാരം. ഒരു ഇൻഫെക്ഷൻ പിടിപെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഇത് ചുമ, കഫക്കെട്ട്, പ്രത്യേകിച്ചും ഈ ഒരു വരണ്ട ചുമയും കഫത്തോടു കൂടിയുള്ള ചുമയും ഇതൊന്നും തന്നെ മാറാതെ ഇരിക്കും. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാറുണ്ട്. എന്നാൽ ഇതിനെ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൊടിക്കൈകൾ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒത്തിരിയേറെ ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഒന്നാമത്തേത്, തുളസി ഇലയും തുളസി ഇലയുടെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വാട്ടി പിഴിഞ്ഞെടുത്ത് നീര് തേനും ചേർത്തിട്ട് അല്പം കഴിക്കുന്നത് ചുമ, കഫക്കെട്ട് പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ശരീരത്തിലെ ഇൻഫെക്ഷനും കുറയ്ക്കും. ഇഞ്ചി ചതച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരും അതുപോലെ തേനും കൂടെ ചേർത്ത് കഴിക്കുന്നതും ഏറെ നല്ലതാണ്. ഇനി പനിക്കൂർക്ക ഇല വാട്ടി പിഴിഞ്ഞെടുത്ത് നീരിലേക്ക് തേനും ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കുന്നത് കഫക്കെട്ടും ഈ ചുമയും അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ബോഡിയിലെ ഹീറ്റും ഒക്കെ തന്നെ കുറയ്ക്കാനും ഏറെ സഹായകരമായിട്ടുള്ളതാണ്. കരിപ്പെട്ടിയും ആടലോടകത്തിൻ്റെ ഒരു 4-5 ഇലയും അതുപോലെ കുരുമുളകും, ഇതെല്ലാം ഒരു അര സ്പൂൺ കുരുമുളക് മതി. ഇതെല്ലാം കൂടെ ഒരു ഡിക്കോക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കഷായം വെച്ച് വറ്റിച്ച് കഴിക്കുന്നത് നമുക്കുണ്ടാവുന്ന ഇത്തരം കഫക്കെട്ടിനെയും ഉള്ളിലുണ്ടാവുന്ന കഫത്തെയൊക്കെ തന്നെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അതുപോലെ ഇത്തരം ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് മാറ്റാനും ഇത് സഹായിക്കും. വെറും വയറിൽ കുടിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ഇനി അതുപോലെ ഗുഡാർദ്രക എന്നുള്ളത് ഇഞ്ചിയുടെ നീരും അതുപോലെ ചെറിയ ഉള്ളി ചതച്ചെടുത്ത് അതിൻ്റെ നീരും കൂടെ സമമെടുത്ത് അതിലേക്ക് അല്പം ശർക്കര കൂടെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുന്ന കഫത്തിനെയൊക്കെ പുറന്തള്ളാനും അല്ലെങ്കിൽ സ്വരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാനായാലും കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഈ ചുമയ്ക്ക് ഏറ്റവും നല്ലൊരു ആശ്വാസം തരാനും സഹായിക്കുന്നതാണ്. അതുപോലെ ബോഡിയിൽ ഹീറ്റ് കൂടി പനിയുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും നല്ലതാണ്. ചുമയും കഫത്തെയും ഇല്ലാതാക്കാൻ കറുവപ്പട്ടയുടെ പൊടി ഒരു 1/4 ടീസ്പൂണും അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ് കേട്ടോ. ഇത്തരം കഫത്തിനെയൊക്കെ അലിയിച്ച് കളയാനും കൂടെ ഇത് സഹായിക്കും, പുറന്തള്ളി കളയാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ആടലോടകം, ചെറിയ ആടലോടകം എടുത്തിട്ട് അതിൻ്റെ ഇല സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് നിഴലിൽ ഉണക്കി പൊടിച്ച് വെക്കുക. എന്നിട്ട് ആ പൊടി ഉപയോഗിച്ചിട്ട് അല്പം തേനുമായിട്ട് ചേർത്തിട്ട് ഇതുപോലെ കഴിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതും ഒക്കെ തന്നെ നമുക്കുണ്ടാവുന്ന ഇത്തരം ചുമ, കുത്തി ഉണ്ടാവുന്ന ചുമയുണ്ടല്ലോ, വരണ്ട ചുമയൊക്കെ തന്നെ, ഇതൊക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്. തുടക്കത്തിൽ തന്നെ ഇത് നമ്മൾ കഷായം വയ്ക്കുന്ന സമയത്ത് ചുക്കുകാപ്പിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ആടലോടകത്തിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അത് തിളപ്പിച്ച് വറ്റിച്ച് കഷായമായിട്ട് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഇനി സൈനസൈറ്റിസ് പ്രശ്നങ്ങളും തലയിൽ നീരും ഭാരവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും കൂടെ ഒരു 4 വീതം എടുത്തിട്ട് നിങ്ങൾ ആവി പിടിക്കുന്ന വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതിൻ്റെ ആവി നന്നായിട്ട് കൊള്ളുന്നത് കഫത്തെ അത്തരം ഭാഗങ്ങളിൽ നിന്ന് സൈനസിൻ്റെ ഭാഗങ്ങളിലുള്ള കഫത്തെയൊക്കെ തന്നെ ഒരുക്കി കളയാനേറെ നല്ലതാണ്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂണും അല്പം തേനും കൂടെ ചേർത്ത് കഴിച്ചാൽ ചുമ നിൽക്കുമെന്ന് മാത്രമല്ല നമുക്ക് സ്വരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ സ്വരമാധുര്യം കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് അയമോദകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് പൊടിച്ചെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് തേനുമായിട്ട് ചേർത്ത് കഴിക്കുന്നതും ഇതുപോലെ കഫത്തിനെയൊക്കെ ഇല്ലാതാക്കാൻ നല്ലതാണ്. ഇനി ആസ്മ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ നെഞ്ചിൽ കഫം കെട്ടി നിന്നിട്ട് വീസിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ തന്നെ ആ ഒരു കുറുകൽ നമുക്ക് കഫത്തിൻ്റെയൊക്കെ കേൾക്കാൻ പറ്റും. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഒരു ഫ്രൈയിങ് പാനിൽ നന്നായിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഈ അയമോദകം ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. കരിഞ്ഞു പോകരുത്. അതൊരു നേരിയ ചൂടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കോട്ടൻ്റെ തുണിയിൽ ചെറുതായിട്ട് ഒരു കിഴി പോലെ കെട്ടിയെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. നെഞ്ചിലും പുറകിലും മുതുക് വശത്തുമൊക്കെയായിട്ട് നന്നായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം, പുള്ളി പോകരുത്. വീണ്ടും ചൂട് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വീണ്ടും ഇതൊന്ന് വെച്ച് കൊടുത്ത് തുണി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നെഞ്ചിലും ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ശ്വസനത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കഫം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ പുറത്തേക്ക് പോവാനും ആ ഒരു ബുദ്ധിമുട്ടുകൾ കഫത്തിൻ്റെ എല്ലാം മാറാനും ചുമ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ നല്ലൊരു റെമഡിയാണ്. ഇനി ആസ്മ കൊണ്ടുണ്ടാവുന്ന ചില ചുമയും ബുദ്ധിമുട്ടുകളും ശ്വസനത്തിന് ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് പൊടിച്ച് വെച്ച് അത് അല്പം തേനും കൂടെ ചേർത്തിട്ട് കഴിക്കാം. ഇനി കരിഞ്ജീരകത്തിൻ്റെ പൊടി മാത്രമായിട്ടും ശർക്കര ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങളുള്ളവരാണ്, അതുകൊണ്ടുണ്ടാവുന്ന തുമ്മലും ചുമയും ബുദ്ധിമുട്ടൊക്കെയാണ്
കാണുന്നത് എന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക, അത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചുക്ക്, തിപ്പലി, കുരുമുളക് സമം എടുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി തേനിൽ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെയും അതുപോലെ ആസ്മ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു റെമഡി ആയിട്ടും കണക്കാക്കാം. ഇനി വരണ്ട ചുമ മാറാനായിട്ട് ചൂടാക്കിയിട്ടുള്ള നെയ്യിൽ അല്പം കുരുമുളക് പൊടി ഒന്ന് ചാലിച്ചെടുത്തിട്ട് ഇടയ്ക്ക് കഴിക്കുന്നതും ഈ വരണ്ട ചുമയെ മാറ്റാൻ, ആ ഭാഗമൊക്കെ ഒന്ന് സ്മൂത്തനാക്കാനും കഫത്തെ കളയാനും ഒക്കെ ഏറെ സഹായിക്കുന്നതും കൂടിയാണ്. വാതകഫ റിലേറ്റഡ് ആയിട്ടുള്ള കാസം അല്ലെങ്കിൽ ഇതുപോലുള്ള ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് പിത്തോപലാദി ചൂർണ്ണമാണ്. ടിക്ലിംഗ് കഫ് അല്ലെങ്കിൽ അതുപോലെ ഒരു കുത്തിയുള്ള ഒരു ചുമ പോലെയോ നമുക്കിങ്ങനെ തൊണ്ടയിൽ ഇക്കിളി ഇടുന്നത് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അത്തരം നേരത്തെ വരുന്ന ചുമയൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മാറ്റാൻ സിത്തോപലാദി ചൂർണം ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ എടുത്തിട്ട് അതിലേക്ക് അല്പം തേനും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ആയുർവേദ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഡ്രൈ ത്രോട്ടും നീണ്ടു നിൽക്കുന്ന ചുമയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ താലിസാദി ചൂർണമോ താലിസാദി ഘൃതമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദശമൂല ഹരിതകിയോ അല്ലെങ്കിൽ അഗസ്ത്യ രസായനം പോലുള്ള ഇത്തരം രസായന കൂട്ടുകളായാലും ഇടയ്ക്കിടയ്ക്ക് ഇത് ലേഹ്യം രൂപത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അല്പാൽപമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അലിയിച്ച് കഴിക്കുന്നതും ഒക്കെ തന്നെ കഫത്തെ പിടിച്ചു കെട്ടാൻ സഹായിക്കുന്ന കുറച്ചധികം നിങ്ങൾക്ക് പുറമേ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കുറച്ച് മരുന്ന് കൂട്ടുകളാണ്. അതുപോലെ ഇനി കണ്ടകാരി കേട്ടിട്ടുണ്ടോ? കണ്ടകാരി ചുണ്ട എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വേരൊക്കെ കിട്ടുവാണ് അങ്ങാടിക്കടയിൽ നിന്നുണ്ടെങ്കിൽ ഒരു 3-4 വേര് വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്നതും അതുപോലെ ഉണ്ടാവുന്ന ഇത്തരം കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ചുമയും ഒക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ചുമയും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പൈനാപ്പിളിൽ ബ്രോമലൈൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒന്നും കഴിക്കാതിരിക്കുന്നു, ദഹനം ശരിയാവാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചുമയും കഫക്കെട്ടും മാറണം എന്നുണ്ടെങ്കിലും ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് മറ്റൊന്നും ചേർക്കാണ്ട് പൈനാപ്പിളിൻ്റെ ആ നീര് മാത്രം ഫ്രഷായിട്ട് എടുത്തിട്ട് അതിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കാനായിട്ട് എടുക്കാം. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ചുമയ്ക്കായിട്ടുള്ള നല്ലൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. തൊണ്ടയിൽ ഈ ഒരു കഫത്തിന് അയവ് വരുത്താൻ ഈ ഒരു എൻസൈം സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ചുമയിലേക്ക് നയിക്കുന്ന സൈനസൈറ്റിസ്, അലർജി അടിസ്ഥാനമാക്കിയിട്ടുള്ള പലവിധ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഒഴിവാക്കാൻ പൈനാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും. ചില സമയങ്ങളിൽ വീക്കോ, നീർക്കെട്ട് തുടങ്ങിയവയൊക്കെ പരിഹരിക്കാനും നല്ലതാണ്. അടുത്തത് കർപ്പൂര തുളസിയാണ്. ഉന്മേഷദായകമായ കർപ്പൂര തുളസി ഇലകളിൽ മെന്തോൾ എന്നുള്ളൊരു സംയുക്തമുണ്ട്. ഇത് ചുമ കൊണ്ടുള്ള തൊണ്ടയിലെ ഞരമ്പുകളുടെ അറ്റങ്ങളെയൊക്കെ മരവിപ്പിച്ച് ആ കഫം ഇല്ലാതാക്കാനും കഫക്കെട്ടൊക്കെ കുറയ്ക്കാനും ഈ മെന്തോൾ സഹായിക്കുന്നുണ്ട്. കർപ്പൂര തുളസി തന്നെ ഒരു അല്പം ഇലയെടുത്തിട്ട് ഒരു ചായ രൂപത്തിൽ തയ്യാറാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കുന്നതും ഈ ഒരു പ്രശ്നത്തെ മാറ്റാൻ നല്ലതാണ്. നെഞ്ചിലെ കഫം മാറ്റിയെടുക്കാനും ചുമ മാറാനും ആടലോടകം വളരെ പ്രസിദ്ധമാണ്. ഇതിൻ്റെ ഇലയിൽ വൈറ്റമിൻ സി ധാരാളം ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചുമ, കഫക്കെട്ടൊക്കെ മാറ്റാൻ സഹായിക്കും. നെഞ്ചിലെ കഫം അകറ്റാനായിട്ട് ആടലോടകത്തിൻ്റെ 4 ഇലകൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പിടി തുളസിയും ചേർത്തിട്ട് നന്നായിട്ട് ആവി കയറ്റുക. ആവി കയറിയാൽ ഈ ഇലകൾ പുറത്തേക്ക് എടുത്ത് കുത്തിപ്പിഴിഞ്ഞ് നീരെടുക്കാം. ഈ നീര് 3 നേരം പതിവായിട്ട് കുടിച്ചാൽ ചുമയും കഫക്കെട്ടും മാറാൻ മറ്റൊന്നും വേണ്ട. പ്രത്യേകിച്ച് നെഞ്ചിലെ കഫം മാറാൻ ഈ മരുന്ന് വളരെ ഉത്തമമാണ്. വീട്ടിൽ തുളസി അല്ലെങ്കിൽ ആടലോടകം മാത്രം ഉപയോഗിച്ചാലും നല്ല ഫലം കിട്ടും. എന്ന് നമുക്ക് ഇതിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കിയെടുക്കുന്നതാണോ ഒന്നുകൂടെ നല്ലത്. കുരുമുളകും ആടലോടകവും കരിപ്പെട്ടിയും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നേർപ്പകുതിയാക്കി വറ്റിച്ച് കഷായം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ചുമേൻ്റെ കൂടെ അതും മാറിക്കിട്ടും. പിന്നെ ആടലോടകത്തിൻ്റെ ഇല ചതച്ച് നീരെടുത്ത് തേനിൽ മാത്രം ചാലിച്ചും കഴിക്കാവുന്നതാണ്. ഇനി കുരുമുളകും തിപ്പലിയും കൽക്കണ്ടം മുന്തിരിങ്ങ ഇവ മൊത്തത്തിലുള്ള ഒരു മിശ്രിതം നമുക്ക് തേനുമായിട്ട് ചേർത്ത് ഉപയോഗിച്ചാലും ചുമ കുറയും. തുളസിയില മാത്രം ഉപയോഗിച്ച് കഷായമാക്കി കഴിക്കുന്നതും ഏറെ നല്ലതാണ്. അതുപോലെ കൽക്കണ്ടവും ആടലോടകത്തിൻ്റെ ഇലയും ചേർത്ത് വറുത്ത് പൊടിച്ച് കുറച്ചായിട്ടും ഉപയോഗിക്കാം. ഇനി തുളസി നീരിൽ ചെറു തിപ്പലി പൊടിച്ച് ചാലിച്ച് കഴിച്ചാലും നല്ലതാണ്. ചുക്ക് ചേർത്ത് കഷായം ഉണ്ടാക്കുകയും ആ കഷായത്തിൽ കൽക്കണ്ടം ചേർത്ത് ചുമ മാറുന്നവരെ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. തേനിൽ വയമ്പ് ചേർത്ത് രാവിലെയും രാത്രിയിലും കഴിക്കാം. അല്ലെങ്കിൽ ചുക്കുപൊടിയും ജീരകപ്പൊടിയും സമാസമയം എടുത്ത് പഞ്ചസാരയും ചേർത്ത് കഴിച്ചാലും നല്ല ഫലം കിട്ടാറുണ്ട്. ഇനി കരിപ്പെട്ടിയും കുരുമുളകും ചേർത്ത് ഇടയ്ക്കൊക്കെ ചവച്ചിറക്കുന്നതും ഈ ചുമ ശമിപ്പിക്കാൻ നല്ലതാണ്. ഇഞ്ചിനീരും കുരുമുളകിൻ്റെ പൊടിയും തേനിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ല ഫലമുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ഗ്രാമ്പും ഇവ മിശ്രിതം തന്നെ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. ഇനി ചെറുതായിട്ട് തുടങ്ങി ക്രമേണ വലുതാകുന്നത് നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ചുമ നമ്മൾ ശ്രദ്ധിക്കണം. ജലദോഷം, ശ്വാസകോശ രോഗങ്ങൾ, ന്യൂമോണിയ മുതൽ ക്ഷയം വരെയുള്ള രോഗങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ചുമ കാരണമാകും. ഈ ചുമ സ്ഥിരമായിട്ട് വരുന്നു എങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറിനെ നേരിട്ട് കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടതുമാണ്.
കുട്ടികൾക്കുണ്ടാവുന്ന ചുമയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പൈനാപ്പിളിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മാതളത്തിൻ്റെ കുരു അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. 1/2 കപ്പ് മാതളങ്ങ നീരിൽ ഒരു നുള്ളി ഇഞ്ചിപ്പൊടിയും തിപ്പലി പൊടിയും കൂടെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. തിപ്പലി എന്ന് പറയുന്നത് പുനരുജ്ജീവന ശേഷിയുള്ള ഒരു ആയുർവേദ ഔഷധമാണ്. മാതള നാരങ്ങ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം നൽകും. മാത്രമല്ല ഉഷ്ണ ഗുണമുള്ളതിനാൽ ഇഞ്ചിയും ഫലം നൽകുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്ന വൈറ്റമിൻ എ, സി എന്നിവയാൽ സമൃദ്ധമാണിത് മാതള നാരങ്ങ. ഇഞ്ചിക്ക് പകരം കുരുമുളകായാലും ഉപയോഗിക്കാം. അതുപോലെ ഒരു മസാല ചായ ഉണ്ടാക്കാം. ചുമയിൽ നിന്ന് സ്വാഭാവികമായിട്ട് രക്ഷ നേടാനുള്ള ഒരു മികച്ച വഴികളിൽ ഒന്നാണ് ചൂടുള്ള മസാല ചായ. അതിൽ 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി, ഒരു നുള്ളു കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു എന്നിവ ചേർത്ത് ചായ ഉണ്ടാക്കിയും കുടിക്കാം. ഈ 3 സുഗന്ധവ്യഞ്ജനങ്ങളും നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ സുഖപ്പെടുത്താൻ നല്ലതാണ്. ശ്വാസകോശത്തിൽ നിറഞ്ഞിരിക്കുന്ന കഫമൊക്കെ സാവധാനം നീക്കം ചെയ്യാനും കൂടെ സഹായിക്കും. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചുമ കൂടാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പോൾ കിടക്കുമ്പോൾ കഫം മൂക്കിൽ നിന്നും തൊണ്ടയിലേക്ക് ഒഴുകി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തല അല്പം ഒന്ന് കയറ്റി വെച്ചിട്ട് കിടക്കുന്നത് ഇതുപോലെ ഉള്ള ചുമ കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് പുറമേ നിന്ന് ആയുർവേദ കടകളിൽ നിന്ന് പെട്ടെന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നിങ്ങൾക്ക് ചുമയുണ്ടെങ്കിൽ ഇത്തരം റെമഡികൾ തന്നെ ധാരാളം. ഇത്തരം മരുന്ന് കുട്ടികൾ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്രദമാവും. കാരണം ഇൻഫെക്ഷൻസ് ഈയിടെയായിട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ അത് പോകാനും വലിയ പാടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കണം എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് ഏതാണോ, ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ ഏത് ചുമയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള പല റെമഡികളും ഉണ്ടാവും. എന്നാലും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.